കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. അർജുൻ ഭായ് എന്തായാലും ക്ലാസ് എല്ലാം കഴിഞ്ഞ് ക്ഷീണിതനായി വരുന്നുണ്ട്. വിശേഷം ചോദിക്കാം. ഉള്ളിൽ കയറിയിട്ട് ഡോർ 3 ബാക്കപ്പ് ചെയ്യണ്ടേ? ക്യാമറ കൊണ്ട് കയറി കഴിഞ്ഞാൽ ആത്തുനിന്ന് നോക്കേ. ക്യാമറ ഇല്ലല്ലോ നമുക്ക്. ഞാൻ ആത്തുനിന്ന് എടുത്താൽ എനിക്ക് കേട്ടിട്ടുള്ളൂ. ആണോ? ഞാൻ ഡോർ തുറന്നിക്കാം. അവിടെ ചെന്നിട്ട് തുറന്നാ പോരെ ഡോറ്? അവിടെ ചെന്നിട്ട് തുറന്നാ പോരെ ഡോറ്? എന്നാ തുറന്നു. നമ്പർ 3 അല്ലേ? നമ്മുടെ ഈ അർജുൻ ഭായ് കൊണ്ടെത്താന്ന ഒരു പേപ്പർ ഉണ്ടോ? ആ പേപ്പറിൽ പറയുന്നത് നമ്മൾ ഡോക്കിൽ ബാക്കപ്പ് ഇട്ടതിന് ശേഷം ഈ പേപ്പർ അവിടെ ലോഡ് ചെയ്യുന്ന ആളുടെ കൊടുക്കണം. അപ്പോൾ അവർ കറക്റ്റായിട്ട് സാധനം കയറ്റും. നമ്മളങ്ങനെ ബാക്കപ്പും കാര്യങ്ങളും എല്ലാം ഇട്ടു. ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു സെറ്റപ്പ് ഒക്കെ കേട്ടോ. നമ്മുടെ അർജുൻ ഭായ് നമുക്ക് കിട്ടിയ പേപ്പർ അകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കുക. അപ്പോൾ ഇതിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങി വീഡിയോ എടുക്കാനുള്ള അവകാശം അല്ലെ ആ ഒരു പെർമിഷൻ നമുക്കില്ല. അതുകൊണ്ട് പുറത്തിറങ്ങി ഒത്തിരി വീഡിയോ നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് അകത്ത് ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നുകൊണ്ട് കിട്ടുന്ന കുറച്ച് വിഷ്വൽസ് മാത്രം ഒന്ന് കാണിച്ചു തരാം. അരമണിക്കൂർ കൊണ്ട് കഴിയുമോ? ഓക്കെ. പച്ച വരുമ്പോൾ മുമ്പോട്ടാക്കുക, എന്നിട്ട് പോയി സീലിടുക. അപ്പം കസ്റ്റമർ ഇൻവോയ്സ് കൊടുത്ത്. ഓക്കെ. ചുറ്റിയോ? ബാക്കിലെല്ലാം ഓക്കെ ആണോ? ഒരു ഡോറൊന്ന് ശരിക്കറിയാം. എത്രയുണ്ട്? കറക്റ്റ് 80-ന്റെ. ഓക്കെ. എൺപതിൻ്റെ തൊട്ട് താഴെ അല്ലേ? അല്ല, അതിന്റെ തൊട്ടിപ്പറേ. ഓക്കെ. അങ്ങനെ ലോഡും കാര്യങ്ങളും എല്ലാം എടുത്ത് തേണ്ട മിസിസിപ്പിയോടും വിട പറഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ സ്വന്തം തട്ടകമായ ടൊറന്റോ ലക്ഷ്യമാക്കി പോവുകയാണ്. കാര്യം എന്നാന്നൊക്കെ പറഞ്ഞാലേ ഈ റൂട്ടിലെ പ്രകൃതി ഭംഗി ഒരു രക്ഷയില്ല കേട്ടോ അർജുൻ ഭായ്. കാരണം ഈ ഇടയ്ക്കിടയ്ക്ക് ഇത് ഈ താഴെയൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കളും എല്ലാം ഉണ്ട്. ഇത് ഗ്രീനറി ഉള്ളതുകൊണ്ട് പ്ലസന്റ്നെസ് ഉണ്ട്. നമ്മൾ പോകുന്നതിന് മറ്റേ മൊട്ടക്കുന്നുകളും പരന്നു കിടക്കുന്ന സ്ഥലമല്ലോ. അത് മാത്രമല്ല, ഈ പുല്ലിന്റെ ഇടയിലൊക്കെ നല്ല നീലയും ചുമലയൊക്കെ ആയിട്ടുള്ള ഒത്തിരി പൂക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു നല്ല ഭംഗിയുണ്ട്. വെറുതെ അല്ല മലയാളികളെല്ലാം ഫ്ലോറിഡയിലേക്ക് വരുന്നത് കേട്ടോ. ഇപ്പോഴത്തെ കാലാവസ്ഥ അവിടെ വലിയ കാര്യമായിട്ട് ഒരു തണുപ്പും കാര്യങ്ങളും ഒന്നുമില്ല. ഈവൻ നമ്മുടെ കാനഡയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള വെൽ ഓഫ് ആയിട്ടുള്ള മലയാളീസ് ഉണ്ടല്ലോ, അവർക്കും മലയാളീസ് മാത്രമല്ല ഒരുമാതിരി എല്ലാവർക്കും ഈ പറയുന്ന പോലെ കാനഡയിലെ വീട് കൂടാതെ ഫ്ലോറിഡയിലും ഒരു സമ്മർ ഹോം കാണും. അവരൊക്കെ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മറിൽ കാനഡയിൽ താമസിച്ചിട്ട് വിൻ്റർ വരാൻ നേരത്തെ എല്ലാവരും ഫ്ലോറിഡയിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ താമസിക്കുന്ന ഒത്തിരി പേരെ നമുക്കറിയാവേ. കൂടാതെ ഫ്ലോറിഡയുടെ വേറൊരു കാര്യം പറയുമ്പോഴത്തേക്കും ഫ്ലോറിഡയിലൊക്കെ ഒരുമാതിരിപ്പെട്ട നമ്മുടെ നാട്ടിലേക്കൂട്ട് ഒരുമാതിരി കൃഷിയും കാര്യങ്ങളും എല്ലാം ഒത്തിരി മലയാളികൾ ചെയ്യുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്.
മിക്കവരുടെയും വീടിൻ്റെ മുമ്പിൽ പനങ്കള്ളും പരിപാടിയൊക്കെ ആയിട്ട് അവർ തന്നെ മറ്റേ കള്ള് ചെത്തലും പരിപാടിയൊക്കെ ആയിട്ട് പിന്നെ കപ്പ കൃഷി ചെയ്യുന്നവർ, വാഴ കൃഷി ചെയ്യുന്നവരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഫ്ലോറിഡയുടെ കാര്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു കാലാവസ്ഥയും ഭൂപ്രകൃതിയും തന്നെയാണ് ഫ്ലോറിഡ. കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഈ വാട്ടർ ബോഡി അവിടെ ഫ്ലോറിഡയിൽ കൂടുതലുണ്ട് നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ മിസിസിപ്പിയുടെ ഈ ബോർഡർ ഏരിയനെ വെച്ച് നോക്കുമ്പോൾ. രണ്ട് സൈഡിലും ഇഷ്ടംപോലെ കനാൽ പോലത്തെ സെറ്റപ്പുകളും, പക്ഷേ ഹ്യൂമിഡിറ്റിയും ഇച്ചിരി അവിടെ കൂടുതലാണ് അങ്ങനത്തെ. അരമണിക്കൂർ കഴിഞ്ഞ് വരുന്ന ഇതല്ലേ? അല്ല. ഓക്കെ, അങ്ങനെ നേരെ തിരിച്ചു കയറിയേക്കല്ലേ? കേട്ടാ അല്ല, അത് അപ്പുറം വേറെ റാമ്പ്. അല്ല, ലൗസിലേക്ക് കയറ്റിക്കൊന്നാണ്. ലൗസിലേക്ക് കയറാൻ പറ്റൂല, അത് റൈറ്റ് സൈഡിലേക്കായിരുന്നേ. അപ്പം അതിന് വേറെ സെപ്പറേറ്റ് റാമ്പായിരുന്നു. മറ്റേ എന്ന് പറഞ്ഞാൽ റൈറ്റിലേക്ക് തിരിയാനുള്ളതിന് വേറെ ഉണ്ടായിരുന്നു. അപ്പൊ അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ പിറ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ഐറ്റം വരുന്നുണ്ട്, നമുക്ക് അവിടെ നിന്ന് വളയാം. When possible, make a U-turn, then take the first left. എന്തായാലും നമ്മൾ തിരിച്ചു പോകുമ്പോഴേ മിസിസിപ്പിയിൽ നിന്ന് നമ്മൾ ലൂയിസിയാന കയറ്റിയിട്ടാണ് നമ്മളെ ഹൈവേ എടുപ്പിക്കുന്നത് തിരിച്ചു പോകാനുള്ളത് കേട്ടോ. നമ്മളിപ്പം ഇൻ്റർസ്റ്റേറ്റ് 10 എന്ന് പറയുന്ന ഹൈവേ കൂടെയാണ് മിസിസിപ്പി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ 7.5 കിലോമീറ്ററിൽ ലൂയിസിയാനെ തന്നെയുള്ള ലൂയിസിയാനയിൽ നിന്ന് ഇൻ്റർസ്റ്റേറ്റ് 59 പിടിച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത്. എൻ്റെ വിചാരം നമ്മൾ നേരെ മിസിസിപ്പി കണ്ടിന്യൂ ചെയ്ത് നേരെ തിരിച്ചു പോകുള്ളന്നായിരുന്നേ. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ വീണ്ടും മിസിസിപ്പിയിലേക്ക് കയറ്റും കേട്ടോ. അതെന്നാന്ന് വെച്ചാൽ നമ്മളെ ആ ഇൻ്റർസ്റ്റേറ്റിൽ കൂടെ തന്നെ കണക്ട് ചെയ്ത് നമ്മുടെ മെയിൻ റൂട്ടിൽ എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മളുണ്ടായിരുന്ന മിസിസിപ്പിയിൽ ആ പോയിന്റിൽ നിന്ന് നമ്മളെ മെയിൻ ഹൈവേയിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടേ അങ്ങനെ വലിയ കണക്ഷനൊന്നും ഉള്ള റോഡില്ലായിരുന്നു. അതാണ് അവർ ചെറുതായിട്ട്, ഒത്തിരി ദൂരമൊന്നുമില്ല, വളരെ നിസ്സാരമായ ഒരു 10-12 കിലോമീറ്റർ താഴെയാണ് നമ്മൾ ലൂയിസിയാനെ കൂടെ ഓടിയത് മിസിസിപ്പി വീണ്ടും കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ പിന്നെ മിസിസിപ്പി കയറാൻ പോവാം. പറയാതെ വയ്യ, നല്ല കിടുക്കൻ കാലാവസ്ഥയാണ് കേട്ടോ. വലിയ ചൂടുമില്ല എന്നാൽ തണുപ്പില്ല. 23 ഡിഗ്രി സെൽഷ്യസ്, അടിപൊളി, നല്ല സൂപ്പർ വെതർ. മിസിസിപ്പി ഗോൾഡ് സ്റ്റാർ മെമ്മോറിയൽ ഹൈവേ എന്ന് പറയുന്ന ഹൈവേ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇൻ്റർസ്റ്റേറ്റ് 59 കൂടെ ഭാഗമായിട്ടുള്ള ഹൈവേ ആണ്. അതാണ്ട് ഉച്ച കഴിഞ്ഞ ഒരു 2:30 കഴിയുമ്പോഴത്തേക്കും നമ്മൾ പയ്യെ മിസിസിപ്പിയിലുള്ള ഒരു ലൗസി കയറ്റി പയ്യെ ഷിഫ്റ്റ് മാറാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. സ്ലീപ്പർ ബർത്തിലിട്ടിട്ട് അർജുൻബായുടെ പ്രീ ട്രിപ്പും പരിപാടിയൊക്കെ ഇടാം. പിന്നെ സാധാരണ നമ്മൾ കാണുന്ന ആ ഒരു വെസ്റ്റ് സൈഡിൽ നിന്നുള്ളതിനേക്കാളും കുറച്ച് പ്രകൃതി രമണീയമായ ടൈപ്പ്, ഒരു വലിയ തിരക്കൊന്നും ഇല്ലാത്ത ടൈപ്പ് ഹൗസുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ.
നമ്മളെ അർജുൻ ഭായ് പറയായിരുന്നു ഫ്രണ്ടിലൊരു ചലഞ്ചർ, പുറകിലൊരു കമാറോ, പുറകിലൊരു മസ്താങ്ങും കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നു അർജുൻ ഭായ്? അമേരിക്കൻ മസിൽക്കാരന്റെ ലെഗസി മുഴുവനായി. മസിൽക്കാർ ലെഗസി അല്ലേ? അതിലിപ്പോ ആകെ ബാക്കിയുള്ള മസ്റ്റാങ് മാത്രമാണ്, മറ്റേ രണ്ട് നിർത്തിയില്ല പരിപാടി. ആ അതെ അതെ. അങ്ങനെ മിസിസിപ്പിയുടെ കാണാക്കാഴ്ചകളിലൂടെയാണ് നമ്മുടെ അർജുൻ ഭായ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മിസിസിപ്പി തീരാറായി. ഒരു മേജർ ടൗണും കൂടെ, മെറിഡിയൻ എന്ന് പറഞ്ഞ മിസിസിപ്പിയുടെ ഒരു ടൗണും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അലബാമ എന്ന് പറയുന്ന അമേരിക്കയുടെ മറ്റൊരു സ്റ്റേറ്റിലേക്ക് കയറുകയാണ്. കോട്ടൺ സ്റ്റേറ്റ്. കോട്ടൺ സ്റ്റേറ്റ് അങ്ങനെയാണോ അറിയപ്പെടുന്നത്? വിശേഷിപ്പിക്കുന്നത് കോട്ടൺ സ്റ്റേറ്റ് എന്നാണ്. കഴിഞ്ഞ തവണ പോയപ്പോൾ അവിടുന്ന് ഒരു മാഗ്നറ്റ് മേടിച്ചില്ല, അതിൽ എഴുതി വെച്ചാൽ. ആഹാ, അടിപൊളി. നിങ്ങൾ വേണ്ടേ ഈ മാഗ്നറ്റ്സ് കണ്ടോ? ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ ഒട്ടിക്കുന്ന മാഗ്നറ്റ്സ് ആണ്. മിസിസിപ്പിയുടെയും ലൂയിസിയാനയുടെയും നമ്മുടെ അർജുൻ ഭായ് മേടിച്ച. അതായത് നമ്മൾ ഓരോ സ്റ്റേറ്റുകളും അല്ലെ മേജർ ആയിട്ടുള്ള കൺട്രീസിലേക്കോ അല്ലെ പ്രൊവിൻസുകളിലേക്കോ ഒക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഫ്രിഡ്ജിലെ മാഗ്നറ്റ്സ് കളക്ട് ചെയ്യുന്ന ഒരു ശീലമുണ്ടേ. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് അർജുൻ ഭായ് നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും അന്ന് മേടിച്ചില്ലായിരുന്നു അല്ലേ? അന്ന് കഴിഞ്ഞ തവണ വന്നപ്പം കെൻഡക്കി, ടെന്നസി, അലബാമ ഈ 3 സ്റ്റേറ്റിന്റെ ആയിരുന്നു മേടിച്ചത്. ഒന്നിന് ഏകദേശം $6-7 ഒക്കെ വരുമല്ലോ. അത് 3 മേടിച്ചപ്പോ അടുത്ത 2 കൂടെ മേടിക്കാൻ മടിയായി. അന്ന് ബാക്കി വന്ന ഈ 2 സ്പോട്ട് വന്നപ്പോ മേടിച്ചതാണ്. എന്റെ ഇത് ഓൾറെഡി ഉണ്ടായിരുന്നേ, അത് കാരണം ഞാൻ മേടിച്ചില്ല. പക്ഷെ നമുക്ക് ഇപ്പോഴും അമേരിക്കയുടെ എല്ലാ സ്റ്റേറ്റുകളിൽ കൂടെ നമ്മൾ പോയിട്ടില്ല. നമ്മളെപ്പോഴും അമേരിക്കയുടെ അങ്ങേയറ്റത്തുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, മെയിൻ എന്ന് പറയുന്നത്, ആ റൂട്ടിലേക്ക് നമ്മൾ പോയിട്ടില്ല. അപ്പൊ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്സ് ഉണ്ട്. മെയിന് ന്യൂജേഴ്സി, ആ റൂട്ടിലേക്ക്, കണക്റ്റിക്കട്ട്, മസാച്ചുസെറ്റ്സ്, ഇന്ന് നമ്മൾ പോകാത്ത റൂട്ടുകളാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അങ്ങോട്ടൊരു ട്രിപ്പ് കിട്ടണമെന്നാണ് നമ്മളെ പ്രാർത്ഥന. ഈ സമ്മറേ നോക്കാം. ഒന്നും കിട്ടിയില്ല, അറ്റായിരിക്കും കാർ. ഇല്ല നമ്മളിപ്പോൾ കടന്നു വന്നത് ഏതാണ്ട് നാഷണൽ ഗാർഡിൻ്റെ ഏതാണ്ട് ആർമി സെറ്റപ്പ് ആണെന്ന് തോന്നണേ. കാരണം അവിടെ കുറേ മറ്റേ ആർമിയുടെ ഹെലികോപ്റ്റേഴ്സ് എല്ലാം നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചിനൂക്ക് എന്ന് പറയുന്ന ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, അത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതെന്തായാലും അടിപൊളിയായി. ഈ ചിനൂക്ക് ഹെലികോപ്റ്റേഴ്സ് ആണ് ആർമി എല്ലാം ഈ ഹെവി ലിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനൊക്കെ ഈ ചിനൂക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബേസിക്കലി അതിൻ്റെ കാരണം അതിൻ്റെ ടാൻഡം റോട്ടർ ഹെലികോപ്റ്റേഴ്സ് എന്നാണ് ഈ ചിനൂക്കിന് പറയുന്നത്. അത് ബേസിക്കലി ഡെവലപ്ഡ് ബൈ ദ US എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഈ ചിനൂക്ക് എന്നുള്ള പേര് നമ്മുടെ റെഡ് ഇന്ത്യൻ ട്രൈബിൽ നിന്നുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് വാഷിങ്ടണിലും ഒരിഗണിലും ഒക്കെ ഉള്ള ചിനൂക്ക് ട്രൈബ് ഉണ്ടല്ലോ, റെഡ് ഇന്ത്യൻ. അപ്പോൾ ആ റെഡ് ഇന്ത്യൻ ട്രൈബിൽ നിന്നാണ് ഈ ചിനൂക്ക് എന്നുള്ള പേര് വരുന്നത്. അപ്പം നമ്മൾ പറക്കുന്നതാണ് കൂടുതലും നേരിട്ട് കണ്ടേക്കുന്നത്. പക്ഷേ ഇങ്ങനെ നിർത്തിയിട്ട് ചിനൂക്ക് കാണാൻ പറ്റുന്ന ഒരു ഭയങ്കര സെറ്റപ്പായിരുന്നു. എന്തായാലും 5-6 അവിടെ പാർക്ക് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അടിപൊളി സാധനം. ഇതൊക്കെയാണ് മെറിഡിയനിൽ നിന്നുള്ള കാഴ്ചകൾ. നമ്മൾ സാധാരണ കാണുന്ന സിറ്റികളെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ ചെറിയൊരു സിറ്റിയാണ്. അപ്പോൾ എന്തായാലും മെറിഡിയനും കൂടെ ക്രോസ് ചെയ്യുന്നതോടുകൂടി നമ്മൾ മിസിസിപ്പിയുടെ ഓൾമോസ്റ്റ് എൻഡിലേക്ക് വന്ന് ഇനി പയ്യെ അലബാമയിലേക്ക് നമ്മൾ കയറാൻ പോവാം. അങ്ങനെ അലബാമയുടെ ഒഫീഷ്യൽ പോർട്ട് ഓഫ് എൻട്രി എല്ലാം കഴിഞ്ഞ് നമ്മൾ മിസിസിപ്പിയിൽ നിന്ന് അലബാമയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി കുറച്ചു നേരം നമുക്ക് അലബാമയുടെ കാഴ്ചകളിൽ കൂടെ ഒക്കെ കാണാം. അപ്പോൾ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും നമുക്ക് എടുത്തു പറയാനായിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ ജോഗ്രഫിയും കാര്യങ്ങളും എല്ലാം അടുത്തടുത്തുള്ള സ്റ്റേറ്റുകളായതുകൊണ്ട് തന്നെ ഒരുപോലെ ഇരിക്കുന്നു. അപ്പോൾ ഈ തുടക്കത്തിൽ നമുക്ക് ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. പക്ഷെ അതിൻ്റെ മേജറായിട്ടൊരു ഡിഫറൻസ് പറയാൻ മിസിസിപ്പി സ്റ്റേറ്റിൽ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അറിവ് വെച്ച് കൂടുതൽ ആഫ്രോ അമേരിക്കൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് സെറ്റിൽഡ്. പക്ഷെ അലബാമയൊക്കെ കൂടുതലായിട്ടുള്ള വൈറ്റ്സിൻ്റെ ഒരു സെറ്റിൽമെൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. മിസിസിപ്പിനെക്കാട്ടും ഇച്ചിരി കൂടെ മെച്ചപ്പെട്ട സ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു അലബാമ. കാരണം മിസിസിപ്പിനെക്കാട്ടും റോഡ് നല്ലത് അലബാമയിലാണ്. അതെല്ലേ? ഇച്ചിരി കൂടെ നല്ല റോഡാണ്. നമ്മളീ പോയാല് മാൻഡിയാറിന് ഏറ്റവും മോശപ്പെട്ട റോഡ് എവിടെയാണ് ഫീൽ ചെയ്തത്? മിഷിഗൺ. നമുക്ക് അതിനെക്കാട്ടും മോശം തോന്നി ഇന്ത്യാനാപോളിസ്. ഇന്ത്യാനാപോളിസ് അല്ലേ? ഇന്ത്യാനാപോളിസ്. പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇപ്പൊ ന്യൂ മെക്സിക്കോയും അരിസോണയും ഒക്കെ കഥയായി തുടങ്ങിയിരിക്കുന്നത്. അതെ, പക്ഷെ എന്നാലും എന്നെ സംബന്ധിച്ച് ഏറ്റവും വൃത്തിയായിട്ട റോഡാണെന്ന് തോന്നിയേക്കുന്നത് മിഷിഗണാണ്. പക്ഷെ ഇപ്പൊ എല്ലാം ബെറ്റർ ആയിട്ടോ, അത്യാവശ്യം എല്ലാ പണിയെല്ലാം കഴിഞ്ഞ കൊല്ലായിരുന്നു ഇത് ഭയങ്കരമായിട്ട് മോശമായിട്ട്. അതല്ലേ? ഇതിന്റെ കാര്യം എന്താ പറയാ പറഞ്ഞപ്പോയി, നിങ്ങളുടെ ഷിഫ്റ്റിലെ വണ്ടി റോഡുകളല്ലേ ശ്രദ്ധിക്കുന്നത്, ഞാൻ എന്റെ ഷിഫ്റ്റിലെ റോഡുകളാണ്. അങ്ങനെ ആയിരിക്കും ഇനി. അല്ലല്ലേ? മാത്രല്ല ഇന്ത്യനെ കൂടെ പോകുമ്പോ പുറത്ത് കിടന്ന് ഉറങ്ങുന്നവരാണെങ്കിൽ എണീറ്റു അടിച്ചു തെറിച്ചു. കാരണം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഒരു ബോട്ടിന്റെ അകത്ത് വെച്ചേക്കണ എഞ്ചിനാ കേട്ടോ, ഒരു ബോട്ടിന്റെ അകത്ത് വെച്ചേക്കണ എഞ്ചിനാ നിങ്ങൾ കാണുന്നത്. നോക്കിയോ, ഇത് റോഡിൽ കൂടെ ഇട്ട് പറപ്പിക്കാനുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. അതന്നെ, വെള്ളത്തിൽ കൂടെ. അതായത് നമ്മൾ ഈ റോഡുകളുടെ കാര്യം പറഞ്ഞില്ല, ആ റോഡുകൾ നമ്മൾ പുറമേ നിന്ന് റോഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും കുഴികളൊന്നും കാണില്ല. പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ അടുത്ത ഈ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം 100 മുതൽ 140 കിലോമീറ്റർ വരെയുള്ള സ്പീഡുകളിൽ വേരിയേഷനിലായിട്ടാണ് റോഡിൽ കൂടെ പോണേ. അപ്പം ചെറിയൊരു ഡിഫറൻസും ഈ വണ്ടിയുടെ സസ്പെൻഷനെ ഇങ്ങനെ ബാധിക്കും. അപ്പം വലിയ മെഴ്സീഡസ് ബെൻസിന്റെ പോലെ അത്രയും എക്സ്ട്രീം സസ്പെൻഷൻ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ വണ്ടിക്കും ആ ഒരു ഇങ്ങനെ തിരമാലയിൽ കിടന്ന് ഇളകുന്ന പോലത്തെ ഒരു ഫീൽ വരുവേ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ട്രക്കിനൊക്കെ ഇത്രയും ആക്സിൽസും ഇത്രയും നീട്ടമുള്ളതല്ലേ, അപ്പോൾ നമുക്കത് നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ആ ജസ്റ്റ് ഇങ്ങനെ തിരയിലടിക്കുന്ന ആ ഒരു ഫീൽ ചെയ്യുന്നതിനാണ് നമ്മൾ റോഡ് ബാഡ് എന്ന് പറയാൻ കാരണം കേട്ടോ. വേണ്ട ഒരു റോൾ ഓവർ കേട്ടോ, ട്രക്ക് മറിഞ്ഞ് കിടക്കണമെന്നാണ് അല്ലേ അർജുൻ ഭായി? എൻ്റെ അമ്മേ, ആ ഏരിയ മുഴുവൻ ഇടിച്ച് ചേർത്തോണ്ടാ പുള്ളി പോകുന്ന കേട്ടോ. ആണോ? മനസ്സിലായില്ല, എങ്ങനെയാന്ന് പറഞ്ഞ്? ലോഡ് ചെയ്ത സാധനങ്ങൾ പറഞ്ഞു കിടക്കുന്നതാ. അല്ല, വണ്ടിയും മറിഞ്ഞു കിടപ്പുണ്ടല്ലോ. ഇടിച്ച് പൊളിച്ചോണ്ടാ വന്നത് നിങ്ങൾ പറഞ്ഞില്ലേ? അത് ഇടിച്ച് പൊളിച്ചതല്ല, ആ വണ്ടിയുടെ മേലുള്ള സാധനങ്ങൾ മറിഞ്ഞു കിടക്കുന്ന. ജസ്റ്റ് റണ്ണിങ്ങില് ഒരു ഹൈറ്റ് ഡിഫറൻസ്. അയ്യോ വേണ്ട, ഒന്ന് വലിയ ക്യൂ ആട്ടോ കിടക്കുന്നേ. നമ്മൾ അത്രയാ വേഗത പോകുമ്പം ഈ റോഡിന്റെ ഷോൾഡറിന്റെ ഹൈറ്റ് ഡിഫറൻസ് കണ്ടില്ല നിങ്ങള്? ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഫ്രണ്ട് വീൽ ഇറങ്ങുമ്പോഴത്തേക്കും ഫ്ലിപ്പായി പോകും അല്ലേ, ബാലൻസ് പോകും.